ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ലേണിംഗ് വിത്ത് ടീച്ചർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് 8ാം ക്ലാസ്സിലെ അവർ ഗവൺമെൻറ് എന്ന ചാപ്റ്ററിൽ ഫങ്ഷൻസ് ഓഫ് പാർലമെൻ്റ് ആണ് എടുക്കുന്നത്. നിയമനിർമ്മാണ വിഭാഗമാണ് പാർലമെൻറ്റ് എന്ന് നമ്മൾ പഠിച്ചു. ആ പാർലമെൻറ്റിൻ്റെ ചുമതലകൾ എന്തെല്ലാം, ഫങ്ഷൻസ് എന്തെല്ലാം എന്നാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. ലെജിസ്ലേഷൻ ഈസ് ദ പ്രൈമറി ഫങ്ഷൻ ഓഫ് ദ പാർലമെൻറ്റ്. പാർലമെൻറ്റിൻ്റെ പ്രൈമറി ഫങ്ഷൻ അല്ലെങ്കിൽ പ്രധാന ചുമതല എന്താണ്? ലെജിസ്ലേഷൻ, നിയമനിർമ്മാണം. To make a law, the approval of both the houses of the parliament is required. ഒരു നിയമം നിർമ്മിക്കുന്നതിന് അല്ലെങ്കിൽ ഒരു നിയമം ഉണ്ടാക്കുന്നതിന് പാർലമെൻറ്റിൻ്റെ രണ്ട് ഹൗസുകളുടെയും അപ്രൂവൽ വേണം. ഏതൊക്കെയാണ് രണ്ട് ഹൗസുകൾ? രാജ്യസഭയും ലോക്സഭയും. ഈ പാർലമെൻറ്റിൻ്റെ രണ്ട് സഭകളുടെയും അംഗീകാരം ഒരു നിയമം നിർമ്മിക്കുന്നതിന് അത്യാവശ്യമാണ്. The ലോക്സഭ ആൻഡ് രാജ്യസഭ assemble separately for legislation. ലോക്സഭയും രാജ്യസഭയും വേറെ വേറെ സമ്മേളിച്ചാണ് ഈ ലെജിസ്ലേഷൻ സംഭവിക്കുന്നത്. അല്ലെങ്കിൽ നിയമനിർമ്മാണത്തിൽ പങ്കെടുക്കുന്നത് ലോക്സഭയും രാജ്യസഭയും സെപ്പറേറ്റ്ലി അസംബിൾ ചെയ്യും, അല്ലെങ്കിൽ വെവ്വേറെ സമ്മേളിച്ചാണ് നമ്മുടെ നിയമങ്ങൾ നിർമ്മിക്കുന്നത്. എ ലോ ഇൻ ഡ്രാഫ്റ്റ് ഫോം ഈസ് നോൺ ആസ് എ ബിൽ. ബിൽ എന്ന് പറയുന്നത് നിയമത്തിൻ്റെ ഒരു കരട് രൂപമാണ്, ഡ്രാഫ്റ്റ് ഫോമാണ്. ലോയുടെ ലോ ഇൻ ഡ്രാഫ്റ്റ് ഫോം, എ ലോ ഇൻ ഡ്രാഫ്റ്റ് ഫോം, അതായത് നിയമത്തിൻ്റെ ഒരു കരട് രൂപം. ഡ്രാഫ്റ്റ് ഫോം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കരട് രൂപം, അതാണ് ബില്ല്. നമ്മൾ പത്രങ്ങളിലൂടെയൊക്കെ കാണാറുണ്ട്, ചില നിയമങ്ങളെല്ലാം നിലവിൽ വരുന്നതിന് മുമ്പേ തന്നെ ആ ബില്ല് പാസ്സാക്കി, നിയമസഭ പാസ്സാക്കി, ആ ബില്ല് ലോക്സഭ പാസ്സാക്കി, രാജ്യസഭ പാസ്സാക്കി, രാഷ്ട്രപതി ഒപ്പുവെച്ചു എന്നൊക്കെ നമ്മൾ പത്രങ്ങളിലൂടെ കാണാറുണ്ട്. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു നിയമം, മുന്നോക്കക്കാരിലെ പിന്നോക്കക്കാർക്ക് 10% സംവരണം, അതായത് റിസർവേഷൻ കൊടുത്തുകൊണ്ടുള്ള ഒരു നിയമം പ്രാബല്യത്തിൽ വന്നു. ആ നിയമം രാഷ്ട്രപതി ഒപ്പുവയ്ക്കുന്ന സമയത്തും ലോക്സഭ പാസ്സാക്കുന്ന സമയത്ത് രാജ്യസഭ പാസ്സാക്കുന്ന സമയത്തുമെല്ലാം നമ്മൾ പത്രങ്ങളിലൂടെ അറിഞ്ഞതാണ്. അതിൻ്റെ ആ കരട് രൂപത്തിനെയാണ് ബിൽ എന്ന് പറയുന്നത്. ആൻ ഓർഡിനറി ബിൽ ക്യാൻ ബി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഐദർ ഹൗസ് ഓഫ് ദ പാർലമെൻറ്റ്. ഒരു ഓർഡിനറി ബില്ല്, സാധാരണ ബില്ലാണെങ്കിൽ അത് ഏത് ഹൗസിൽ വേണമെങ്കിലും നമുക്ക് അവതരിപ്പിക്കാം. രാജ്യസഭയിൽ അവതരിപ്പിക്കാം, ഇല്ലെങ്കിൽ ലോക്സഭയിൽ അവതരിപ്പിക്കാം. The house which considers the bill first is called the first house, and the house which considers it next is called the second house. അതായത് ബില്ല് ആദ്യം പരിഗണിക്കുന്ന സഭയെ ഒന്നാം സഭയെന്നും രണ്ടാമത് പരിഗണിക്കുന്ന സഭയെ രണ്ടാം സഭയെന്നും വിളിക്കും. ആദ്യം ബില്ല് പരിഗണിക്കുന്നത് രാജ്യസഭയിലാണെങ്കിൽ രാജ്യസഭയെ ഒന്നാം സഭ എന്ന് വിളിക്കും. അല്ല, ആദ്യം ബില്ല് പരിഗണിക്കുന്നത് ലോക്സഭയാണെങ്കിൽ ലോക്സഭയെ ഒന്നാം സഭ എന്ന് വിളിക്കും. അപ്പോൾ രാജ്യസഭയായിരിക്കും രണ്ടാം സഭ. രണ്ടാമത് ബില്ല് ആരാണോ പരിഗണിക്കുന്നത് അതാണ് രണ്ടാം സഭ. ഇൻ ബോത്ത് ദ ഹൗസസ് ദ ബിൽ പാസസ് ത്രൂ ഡിഫറെൻറ്റ് സ്റ്റേജസ്. ഈ രണ്ട് ഹൗസിലും ബില്ല് വിവിധ ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഏതൊക്കെയാണ് ആ ഘട്ടങ്ങളെന്ന് നോക്കാം. ബില്ല് ഫസ്റ്റ് ഹൗസിൽ ഫസ്റ്റ് റീഡിംഗ് പോവും, സെക്കൻഡ് റീഡിംഗ് പോവും, ദെൻ തേർഡ് റീഡിംഗ് പോവും. ഫസ്റ്റ് ഹൗസ് എന്ന് പറയുന്നത് രാജ്യസഭയാവാം, ഇല്ലെങ്കിൽ ലോക്സഭയാവാം. ദെൻ ബില്ല് സെക്കൻഡ് ഹൗസിലേക്ക് കടക്കുമ്പോഴും ഇതേ ഘട്ടങ്ങൾ തന്നെയാണ്. ഫസ്റ്റ് റീഡിംഗ് പോവും, സെക്കൻഡ് റീഡിംഗ് പോവും, തേർഡ് റീഡിംഗ് പോവും. അത് കഴിഞ്ഞാണ് പ്രസിഡൻറ്റിൻ്റെ അപ്രൂവലിന് വേണ്ടി സമീപിക്കുന്നത്. നമുക്ക് നോക്കാം. ലെറ്റ് us എക്സാമിൻ ദ വേരിയസ് സ്റ്റേജസ് ഓഫ് പാസിംഗ് എ ബിൽ. ഒരു ബില്ല് പാസ്സാക്കുന്നതിൻ്റെ വേരിയസ് സ്റ്റേജസ്, വിവിധ ഘട്ടങ്ങൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് റീഡിംഗ്. ഫസ്റ്റ് റീഡിങ്ങിൽ എന്താണ് സംഭവിക്കുന്നത്? ദ ബിൽ ഈസ് ഇൻട്രൊഡ്യൂസ്ഡ്. ഫസ്റ്റ് റീഡിങ്ങിൽ ബില്ല് അവതരിപ്പിക്കുന്നു. ബില്ല് എന്താണ്, എന്തിനു വേണ്ടിയാണ് എന്നുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതാണ് ഫസ്റ്റ് റീഡിങ്ങിൽ സംഭവിക്കുന്നത്. സെക്കൻഡ് റീഡിംഗ് എന്താണ്? ഈച്ച് ആൻഡ് എവറി ആർട്ടിക്കിൾ ഇൻക്ലൂഡഡ് ഇൻ ദ ബിൽ ഈസ് ഐദർ പാസ്ഡ്, ചേഞ്ച്ഡ് ഓർ റിജക്റ്റഡ് ആഫ്റ്റർ ഡിസ്കഷൻ. അതായത് ബില്ലിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഓരോ വകുപ്പ്, അതായത് ആർട്ടിക്കിൾസ്, അത് പ്രത്യേകം ചർച്ച ചെയ്ത് ഒന്നുകിൽ പാസ്സാക്കുകയോ മാറ്റം വരുത്തുകയോ അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യുകയോ നിരാകരിക്കുകയോ ചെയ്യും. ആഫ്റ്റർ ഡിസ്കഷൻ, ചർച്ചകൾക്ക് ശേഷം. അപ്പം ചർച്ചകളാണ് സെക്കൻഡ് റീഡിങ്ങിൽ സംഭവിക്കുന്നത്. ദെൻ തേർഡ് റീഡിംഗ്. ദ ബിൽ ആസ് എ ഹോൾ ഈസ് പാസ്ഡ് ഓർ റിജക്റ്റഡ്. ബില്ല് മൊത്തത്തിൽ പാസ്സാക്കും, ഇല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യും, നിരാകരിക്കും, വേണ്ടാന്ന് വയ്ക്കും. അപ്പോൾ ഫസ്റ്റ് റീഡിങ്ങിൽ ബില്ല് അവതരിപ്പിക്കും, ഇൻട്രൊഡ്യൂസ് ചെയ്യും. സെക്കൻഡ് റീഡിങ്ങിൽ ചർച്ചകൾക്ക് ശേഷം ഈ ബില്ലിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തണോ അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യണോ അല്ലെങ്കിൽ പാസ്സാക്കണോ എന്നെല്ലാം
ചർച്ച ചെയ്യുന്നതാണ് സെക്കൻഡ് റീഡിംഗ്. തേർഡ് റീഡിംഗ് എന്താണ്? ബില്ല് മൊത്തത്തിൽ പാസ്സാക്കുകയോ നിരാകരിക്കുകയോ ചെയ്യുന്നു. ആഫ്റ്റർ പാസിംഗ് ദ ബിൽ ഇൻ ദ ഫസ്റ്റ് ഹൗസ് ഇറ്റ് ഈസ് സെൻഡ് ടു ദ സെക്കൻഡ് ഹൗസ് അലോങ് വിത്ത് ദ സർട്ടിഫിക്കറ്റ് ഓഫ് ദ പ്രിസൈഡിംഗ് ഓഫീസർ. ഫസ്റ്റ് ഹൗസിൽ ബില്ല് പാസ്സാക്കിയതിന് ശേഷം അത് സെക്കൻഡ് ഹൗസിലേക്ക് അയക്കുന്നു. ആരുടെ സാക്ഷ്യപത്രത്തോടെയാണ്? സഭ അധ്യക്ഷൻ്റെ, പ്രിസൈഡിംഗ് ഓഫീസറിൻ്റെ സർട്ടിഫിക്കറ്റോടു കൂടി അത് സെക്കൻഡ് ഹൗസിലേക്ക് അയക്കുന്നു. ആദ്യം 3 റീഡിങ്ങിന് ശേഷം ആ ബില്ല് പാസ്സാവുകയാണെങ്കിൽ അത് സെക്കൻഡ് ഹൗസിലേക്ക് വിത്ത് ദ സർട്ടിഫിക്കേഷൻ ഓഫ് ദ പ്രിസൈഡിംഗ് ഓഫീസറിൻ്റെ സർട്ടിഫിക്കറ്റോടു കൂടി തന്നെ സെക്കൻഡ് ഹൗസിലേക്ക് അയക്കുന്നു. ദ ബിൽ പാസസ് വൺസ് അഗെയിൻ ത്രൂ ദ എബവ് മെൻഷൻഡ് 3 സ്റ്റേജസ് ഇൻ ദ സെക്കൻഡ് ഹൗസ്. രണ്ടാമത്തെ സഭയിലും എന്ത് തന്നെയാണ് സംഭവിക്കുന്നത്? ഈ 3 ഘട്ടങ്ങളിലൂടെ കടന്നു പോകും. 3 റീഡിങ്ങിലൂടെ കടന്നു പോയിട്ട് അത് ലാസ്റ്റ് പാസ്സാക്കുന്നു. ദ ബിൽ പാസസ് വൺസ് അഗെയിൻ, ഒന്നുകൂടി അത് പാസ്സാക്കുന്നു, അടുത്ത സഭയും പാസ്സാക്കുന്നു. After the bill is passed by both the houses, it is sent to the president for approval. ഈ 2 സഭകളും പാസ്സാക്കി കഴിഞ്ഞാലാണ് രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി സമർപ്പിക്കുന്നത്. On getting the approval of the president, the bill becomes a law. പ്രസിഡൻറ്റിൻ്റെ അപ്രൂവൽ ലഭിച്ചതിന് ശേഷം അല്ലെങ്കിൽ പ്രസിഡൻറ്റ് ഒപ്പുവെച്ചതിന് ശേഷം ഈ ബില്ല് എന്തായി മാറുന്നു? നിയമമായി മാറുന്നു. ദ ബിൽ ബിക്കംസ് ലോ. ഒരു ബില്ല് നിയമമായി മാറുന്ന ഘട്ടങ്ങളാണ് പറഞ്ഞത്. എന്തൊക്കെയാണ്? ആദ്യം രാജ്യസഭയിലോ ലോക്സഭയിലോ അത് അവതരിപ്പിക്കുന്നു, 3 റീഡിങ്ങിലൂടെ കടന്നു പോകുന്നു. രണ്ടാമത്തെ സഭയിലും അവതരിപ്പിക്കുന്നു, 3 റീഡിങ്ങിലൂടെ കടന്നു പോകുന്നു. പ്രസിഡൻറ്റിന് അപ്രൂവലിന് വേണ്ടി അയക്കുന്നു. പ്രസിഡൻറ്റ് ഒപ്പുവെക്കുന്നതോടെയാണ് ഒരു ബില്ല് നിയമമായി മാറുന്നത്. If there is a difference of opinion between the 2 houses, a joint sitting of both houses of the parliament is summoned and a decision is taken. അതായത് 2 സഭകളിൽ ബില്ല് അവതരിപ്പിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ബില്ലിനെ സംബന്ധിച്ച് ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയാണ്, ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ടായാൽ ഒരു സംയുക്ത സമ്മേളനമാണ് വിളിക്കുന്നത്. ജോയിൻറ്റ് സിറ്റിംഗ് ഓഫ് ബോത്ത് ഹൗസസ്, 2 ഹൗസിനെയും സംയുക്ത സമ്മേളനത്തിന് വിളിക്കും. അത് കഴിഞ്ഞിട്ട് അതിൽ നിന്നും ചർച്ച ചെയ്ത് ഒരു ഡിസിഷൻ എടുക്കും. ഇറ്റ് ഈസ് ദ പ്രസിഡന്റ് ഹൂ സമൻസ് ദ ജോയിൻറ്റ് സിറ്റിംഗ് ഓഫ് ദ പാർലമെൻറ്റ് വിച്ച് ഈസ് പ്രിസൈഡഡ് ഓവർ ബൈ ദ സ്പീക്കർ ഓഫ് ദ ലോക്സഭ. ആരാണ് പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത്? രാഷ്ട്രപതിയാണ്. പാർലമെൻറ്റിൻ്റെ ജോയിൻറ്റ് സിറ്റിംഗ് വിളിച്ചു ചേർക്കുന്നത് രാഷ്ട്രപതിയാണ്. പക്ഷേ ആരാണ് പ്രിസൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആരാണ് അധ്യക്ഷത വഹിക്കുന്നത്? ലോക്സഭ സ്പീക്കറാണ്. രാജ്യസഭയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ വൈസ് പ്രസിഡന്റ് അല്ലെങ്കിൽ ഉപരാഷ്ട്രപതിയാണ്. ലോക്സഭയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് സ്പീക്കറാണ്. അപ്പോൾ നമ്മുടെ ജോയിൻറ്റ് സിറ്റിങ്ങിൽ, അതായത് സംയുക്ത സമ്മേളനത്തിലും അധ്യക്ഷൻ എന്ന് പറയുന്നത് ലോക്സഭ സ്പീക്കറാണ്. സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് രാഷ്ട്രപതി പ്രസിഡൻ്റാണ്. സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ആരാണ്? ലോക്സഭ സ്പീക്കറാണ്. Next, sessions of parliament. As per the constitution, there should not be an interval of more than 6 months between 2 sessions of the parliament. അതായത് പാർലമെൻറ്റിൻ്റെ 2 സമ്മേളനങ്ങൾക്കിടയിൽ 6 മാസത്തിൽ കൂടുതൽ ഇടവേള ഉണ്ടാവാൻ പാടില്ല എന്ന് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടന അനുശാസിക്കുന്നുണ്ട്. നോർമലി ദ പാർലമെൻറ്റ് ഓഫ് ഇന്ത്യ അസംബിൾസ് 3 times a year. സാധാരണ നമ്മുടെ ഇന്ത്യൻ പാർലമെൻറ്റ് എല്ലാ വർഷവും 3 തവണയാണ് സമ്മേളിക്കുന്നത്. വർഷകാല സമ്മേളനം, മൺസൂൺ സെഷൻ, വിൻ്റർ സെഷൻ അതായത് ശീതകാല സമ്മേളനം, സമ്മർ സെഷൻ അതായത് വേനൽക്കാല സമ്മേളനം. ഈ 3 തവണയാണ് ഇന്ത്യൻ പാർലമെൻറ്റ് സമ്മേളിക്കുന്നത്. പാർലമെൻറ്റിൻ്റെ 2 സമ്മേളനങ്ങൾക്കിടയിൽ 6 മാസത്തിൽ കൂടുതൽ ഇടവേള ഉണ്ടാവാനും പാടില്ല. ഇഫ് നീഡഡ് ദ രാജ്യസഭ അസംബിൾസ് 4 times a year. രാജ്യസഭ ചില സാഹചര്യങ്ങൾ, ആവശ്യങ്ങൾ വരുമ്പോൾ മാത്രം 4 സമ്മേളനങ്ങൾ ചേരാറുണ്ട്. നെക്സ്റ്റ്, ക്വസ്റ്റ്യൻ അവർ. ഡെയിലി സെഷൻസ് ഓഫ് ദ പാർലമെൻറ്റ് ബിഗിൻ വിത്ത് ക്വസ്റ്റ്യൻ അവർ. പാർലമെൻറ്റിൻ്റെ ഒരു ദിവസത്തെ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത് ചോദ്യോത്തരവേളയോടുകൂടിയാണ്, അതായത് ക്വസ്റ്റ്യൻ അവറോടുകൂടിയാണ്. എവറി ഡേ ദ പാർലമെൻറ്റ് മീറ്റ്സ് അറ്റ് 11 in the morning ആൻഡ് ദ ഇനീഷ്യൽ അവർ ഈസ് ക്വസ്റ്റ്യൻ അവർ. എല്ലാ ദിവസവും പാർലമെൻറ്റ് സമ്മേളിക്കുന്നത് എത്ര മണിക്കാണ്? 11 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, മോർണിംഗ്. ആൻഡ് ദ ഇനീഷ്യൽ അവർ ഈസ് ക്വസ്റ്റ്യൻ അവർ. ഫസ്റ്റ് ഇനീഷ്യൽ അവർ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ അവറാണ്, ചോദ്യോത്തര വേളയാണ്. ദ മെമ്പേഴ്സ് ക്യാൻ ആസ്ക് ക്വസ്റ്റ്യൻസ് റിലേറ്റിംഗ് ടു എനി അഡ്മിനിസ്ട്രേറ്റീവ് സബ്ജക്റ്റ്. മെമ്പേഴ്സിന്, അതായത് അംഗങ്ങൾക്ക് തുടർന്നുള്ള 1 മണിക്കൂർ ഭരണപരമായിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ
റിലേറ്റിംഗ് ആയിട്ടുള്ള ഏത് വിഷയത്തിലും അംഗങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. ദ മിനിസ്റ്റേഴ്സ് ഇൻ ചാർജ് വിൽ ഗീവ് ആൻസേഴ്സ് ടു ദം. അതാത് വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാരാണ് അതിന് മറുപടി കൊടുക്കേണ്ടത്. മിനിസ്റ്റേഴ്സ് ഇൻ ചാർജ്, അതായത് ഓരോ വകുപ്പും കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാർ ആ റിലേറ്റഡ് ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യണം. ദ ടൈം ടേബിൾ ഓഫ് ദ സ്റ്റേറ്റ് ലെജിസ്ലേറ്റേഴ്സ് ആർ ഡിഫറെൻറ്റ് ഫ്രം ദാറ്റ് ഓഫ് ദ പാർലമെൻറ്റ്. പാർലമെൻറ്റിൽ നിന്നും വ്യത്യാസമുണ്ട് ലെജിസ്ലേറ്റർ, അതായത് സ്റ്റേറ്റ് ലെജിസ്ലേറ്റർ, അതായത് നമ്മുടെ സംസ്ഥാന നിയമസഭകൾ, നമ്മുടെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റേഴ്സ് സമ്മേളിക്കുന്ന സമയം എന്ന് പറയുന്നത് പാർലമെൻറ്റ് സമ്മേളിക്കുന്ന സമയത്തിൽ നിന്നും വ്യത്യാസമുണ്ട്. നെക്സ്റ്റ് 0 hour. അറ്റ് 12 noon ദ ക്വസ്റ്റ്യൻ അവർ എൻഡ്സ്. നമ്മൾ പറഞ്ഞു 11 മണിക്കാണ് പാർലമെൻറ്റ് സമ്മേളനം തുടങ്ങുന്നത്. ഇനീഷ്യൽ അവർ, അതായത് 11 to 12 എന്ന് പറയുന്നത് ചോദ്യോത്തരവേള, ക്വസ്റ്റ്യൻ അവർ ആണെന്ന് പറഞ്ഞു. നെക്സ്റ്റ് 0 hour ആണ്. അറ്റ് 12 noon, 12 മണിക്കാണ് 0 hour തുടങ്ങുന്നത്. ദ സ്മോൾ ഇൻ്റർവെൽ ആഫ്റ്റർ ദ ക്വസ്റ്റ്യൻ അവർ ബിഫോർ കമൻസിങ് ഡെലിബറേഷൻസ് ഓൺ ദ ഐറ്റംസ് ഓൺ അജണ്ട ഈസ് നോൺ ആസ് 0 hour. അതായത് നമ്മുടെ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള ഒരു അജണ്ടയുണ്ട്, എന്തൊക്കെയാണ് പരിപാടികൾ ഇന്ന് നടപ്പിലാക്കേണ്ടതെന്ന്. ആ അജണ്ടയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പും ചോദ്യോത്തരവേളയ്ക്ക് ശേഷവും ക്വസ്റ്റ്യൻ ആൻസർ അവറിന് ശേഷവും ഉള്ള ഒരു ചെറിയ സമയമാണ് ശൂന്യവേള എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ 0 hour. ഇറ്റ് ഈസ് നോൺ ആസ് 0 hour ബിക്കോസ് ഇറ്റ് ഈസ് 12 o'clock. 12 മണി ആയതുകൊണ്ടാണ് അതിനെ 0 hour എന്ന് പറയുന്നത്. The House considers adjournment motion, calling attention motion, etc. during this time. The 0 hour lasts for 5 to 15 minutes. അതായത് അടിയന്തര പ്രമേയം മീൻസ് അഡ്ജേൺമെൻറ്റ് മോഷൻ, ശ്രദ്ധ ക്ഷണിക്കൽ അല്ലെങ്കിൽ കോളിംഗ് അറ്റൻഷൻ മോഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പരിഗണിക്കുന്നത് ഈ ശൂന്യവേളയിലാണ്. അഡ്ജേൺമെൻറ്റ് മോഷനും കോളിംഗ് അറ്റൻഷൻ മോഷൻ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പരിഗണിക്കുന്നത് ശൂന്യവേളയിലാണ്, 0 hourലാണ്. ശൂന്യവേളയുടെ സമയം എത്രയാണ്? 5 മുതൽ 15 മിനിറ്റ് വരെ, 5 to 15 minutes ആണ് ശൂന്യവേളയുടെ സമയം. ദ പ്രൊസീജിയർ ഓഫ് പാസിംഗ് എ മണി ബിൽ ഈസ് ഡിഫറെൻറ്റ് ഫ്രം ദാറ്റ് ഓഫ് ആൻ ഓർഡിനറി ബിൽ. ഒരു ഓർഡിനറി ബില്ല് പാസ്സാക്കുന്ന പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ നടപടിക്രമങ്ങളല്ല ഒരു ധനബില്ല് പാസ്സാക്കുന്നതിനുള്ളത്. വാട്ട് ഈസ് എ മണി ബിൽ? എന്താണ് ഒരു ധനബില്ല്? Any bill relating to the collection of revenue or expenditure from the consolidated fund can be termed as money bill. അതായത് പൊതുഖജനാവിലേക്കുള്ള ധനസമാഹരണം, പണത്തിൻ്റെ വിനിയോഗം എന്നിവയുമായി ബന്ധപ്പെട്ട ബില്ലുകളാണ് ധനബില്ല്. പണവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ റവന്യൂവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് മണി ബില്ലിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. എനി ബിൽ റിലേറ്റിംഗ് ടു ദ കളക്ഷൻ ഓഫ് റവന്യൂ ഓർ എക്സ്പെൻഡിച്ചർ ഫ്രം ദ കൺസോളിഡേറ്റഡ് ഫണ്ട്. ഒരു കൺസോളിഡേറ്റഡ് ഫണ്ടുണ്ട് നമുക്ക്, ആ ഫണ്ടിൽ നിന്ന് എത്രമാത്രം പണം വിനിയോഗിച്ചു, കളക്ഷൻ ഓഫ് റവന്യൂ, ധനത്തിൻ്റെ സമാഹരണം അല്ലെങ്കിൽ ധനം എത്രത്തോളം കിട്ടി, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ച ഒരു ബില്ലാണ് മണി ബിൽ. ദ കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റേറ്റ്സ് ദാറ്റ് എ മണി ബിൽ ക്യാൻ ബി ഇൻട്രൊഡ്യൂസ്ഡ് ഓൺലി ഇൻ ദ ലോക്സഭ. കോൺസ്റ്റിറ്റ്യൂഷനിൽ അല്ലെങ്കിൽ ഭരണഘടനയിൽ അനുശാസിച്ചിട്ടുണ്ട് ഒരു ധനബില്ല്, മണി ബില്ല് ലോക്സഭയിലാണ് ആദ്യം അവതരിപ്പിക്കാൻ പാടുള്ളൂ. ഓർഡിനറി ബില്ലാണെങ്കിൽ നമുക്ക് ഏത് ഹൗസിൽ വേണമെങ്കിലും അവതരിപ്പിക്കാം, രാജ്യസഭയിലോ ലോക്സഭയിലോ അവതരിപ്പിക്കാം. പക്ഷേ ഒരു ധനബില്ല്, മണി ബില്ലിൻ്റെ കാര്യത്തിൽ ലോക്സഭയിൽ മാത്രമേ അവതരിപ്പിക്കാൻ പാടുള്ളൂ എന്ന് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നു. ആഫ്റ്റർ ദ ബിൽ ഈസ് പാസ്ഡ് ബൈ ദ ലോക്സഭ, ഇറ്റ് ഈസ് സെൻഡ് ടു ദ രാജ്യസഭ വിത്ത് ദ സർട്ടിഫിക്കറ്റ് ഓഫ് ദ സ്പീക്കർ ദാറ്റ് ദ ബിൽ ഈസ് എ മണി ബിൽ. അതായത് ലോക്സഭ പാസ്സാക്കിയ ഒരു ബില്ല് രാജ്യസഭയിലേക്ക് വിത്ത് ദ സർട്ടിഫിക്കറ്റ് ഓഫ് ദ സ്പീക്കർ, സ്പീക്കറുടെ സർട്ടിഫിക്കറ്റോടുകൂടി, സ്പീക്കറുടെ സർട്ടിഫിക്കറ്റ് എന്താണ്? ദ ബിൽ ഈസ് എ മണി ബിൽ, ഈ ബില്ലൊരു മണി ബില്ലാണ് എന്നുള്ള സ്പീക്കറുടെ സർട്ടിഫിക്കറ്റോട് കൂടിയാണ് ലോക്സഭയിൽ നിന്നും ഈ ബില്ല് രാജ്യസഭയിലേക്ക് കൊടുക്കുന്നത്. ദ രാജ്യസഭ മസ്റ്റ് റിട്ടേൺ ദ മണി ബിൽ അലോങ് വിത്ത് ഇറ്റ്സ് റെക്കമെൻഡേഷൻസ് ടു ദ ലോക്സഭ വിത്തിൻ എ പീരീഡ് ഓഫ് 14 days. 14 ദിവസങ്ങൾക്കുള്ളിൽ ഈ രാജ്യസഭ അത് തിരിച്ച് ലോക്സഭയിലേക്ക് അയക്കേണ്ടതാണ്. മണി ബില്ല് ലോക്സഭയിൽ നിന്നും രാജ്യസഭയിലേക്ക് ലഭിച്ച് 14 ദിവസത്തിനകം രാജ്യസഭ നിർദ്ദേശങ്ങൾ സഹിതം അത് തിരിച്ച് ലോക്സഭയിലേക്ക് തിരിച്ചയക്കേണ്ടതാണ്. ദ ലോക്സഭ ക്യാൻ ആക്സെപ്റ്റ് ഓർ റിജക്ട് ദ റെക്കമെൻഡേഷൻസ് ഓഫ് ദ രാജ്യസഭ. ലോക്സഭയ്ക്ക് രാജ്യസഭയുടെ നിർദ്ദേശങ്ങൾ ഒന്നുകിൽ സ്വീകരിക്കാം, ഇല്ലെങ്കിൽ തള്ളിക്കളയാം. ആക്സെപ്റ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യാം. ഈസ് ലെജിസ്ലേഷൻ ദ ഓൺലി ഫങ്ഷൻ ഓഫ് ദ പാർലമെൻറ്റ്. നിയമനിർമ്മാണം മാത്രമാണോ പാർലമെൻറ്റിൻ്റെ ചുമതല?
Along with law-making, the Parliament performs a number of other functions. നിയമനിർമ്മാണം കൂടാതെ മറ്റു പല ചുമതലകളും പാർലമെൻറ്റിനുണ്ട്. നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ തുടക്കത്തിലേ പറഞ്ഞിരുന്നു പാർലമെൻറ്റിൻ്റെ ചുമതല എന്ന് പറയുന്നത് നിയമനിർമ്മാണമാണെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ നിയമനിർമ്മാണമല്ലാതെ മറ്റു ചുമതലകളും പാർലമെൻറ്റിനുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. അതർ ഫങ്ഷൻസ് ഓഫ് പാർലമെൻറ്റ്: കൺട്രോൾ ഓവർ എക്സിക്യൂട്ടീവ്, കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കുക. നെക്സ്റ്റ്, ഇലക്ട്രൽ ഫങ്ഷൻ, തെരഞ്ഞെടുപ്പ് ചുമതല. കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്, ഭരണഘടന ഭേദഗതി. നമ്മുടെ ഭരണഘടന ചില സമയങ്ങളിൽ ഭേദഗതി വരുത്താറുണ്ട്. അതിനുള്ള അധികാരവും പാർലമെൻറ്റിനാണ്. തെരഞ്ഞെടുപ്പിനുള്ള ചുമതലയും പാർലമെൻറ്റിനാണ്. കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കുന്നതും പാർലമെൻറ്റാണ്. കൺട്രോൾ ഓവർ എക്സിക്യൂട്ടീവ്, അതിൽ എന്തൊക്കെയാണ് വരുന്നത്? ആസ്കിങ് ക്വസ്റ്റ്യൻസ്, ചോദ്യങ്ങൾ ഉന്നയിക്കൽ. ഡെലിബറേറ്റിംഗ് വേരിയസ് ബിൽസ് ആൻഡ് റെസൊല്യൂഷൻസ്, ബില്ലുകളും പ്രമേയങ്ങളും ചർച്ച ചെയ്യുക. പാസിംഗ് ഓർ റിജക്റ്റിംഗ് ദ നോ കോൺഫിഡൻസ് മോഷൻ, അവിശ്വാസ പ്രമേയം അംഗീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്യുക. നോ കോൺഫിഡൻസ് മോഷൻ എന്ന് വെച്ചാൽ അവിശ്വാസ പ്രമേയമാണ്. അത് പാസ് ചെയ്യുകയോ റിജക്റ്റ് ചെയ്യുകയോ ചെയ്യാം. നെക്സ്റ്റ്, ഇലക്ട്രൽ ഫങ്ഷൻ, എന്തൊക്കെയാണ് തെരഞ്ഞെടുപ്പ് ചുമതല? പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദ ഇലക്ഷൻ ഓഫ് ദ പ്രസിഡൻറ്റ് ആൻഡ് വൈസ് പ്രസിഡൻറ്റ്, രാഷ്ട്രപതി ഉപരാഷ്ട്രപതി എന്നിവരുടെ തെരഞ്ഞെടുപ്പ് കൺട്രോൾ ചെയ്യാം. ദെൻ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്, ടൈംലി അമെൻമെൻറ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ്, ഭരണഘടനാപരമായ വകുപ്പുകളിൽ കാലാനുസൃതമായിട്ടുള്ള മാറ്റം, കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ നമ്മുടെ ഭരണഘടനയിൽ വരുത്തണം. അത് ഭരണഘടനാ ഭേദഗതി വഴിയാണ് വരുത്തുന്നത്. ആ ഭരണഘടനാ ഭേദഗതി ചെയ്യുന്നത് ആരാണ്? പാർലമെൻറ്റാണ്. ഇതൊക്കെയാണ് പാർലമെൻറ്റിൻ്റെ ഫങ്ഷൻസ്. അപ്പോൾ നമ്മൾ പഠിച്ചത് പാർലമെൻറ്റിൽ എങ്ങനെയാണ് ഒരു ബില്ല് വന്ന് അത് പാസ്സാക്കപ്പെടുന്നത്, ഒരു മണി ബില്ല് എങ്ങനെ പാസ്സാക്കപ്പെടുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചത്. ഓക്കെ, താങ്ക് യു.